Hi friends, welcome to English Mithra. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി റീഡിങ് ചെയ്യാറുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു സ്റ്റോറി റീഡിംഗ് ആണ്. നമ്മൾക്കൊരു സ്റ്റോറി വായിക്കാനുണ്ട്. സ്റ്റോറിയുടെ പേരെന്ന് പറയുന്നത് ദ ബോയ് ഹു ക്രൈഡ് വുൾഫ് എന്നാണ്. ഓക്കെ, ദ ബോയ് ഹു ക്രൈഡ് വുൾഫ്. ശരി, നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്റ്റോറി ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Once there was a boy who became bored when he watched over the village sheep grazing on the hillside. എന്ന് വെച്ചാൽ എന്താ, ഒരിക്കലും ഒരിടത്ത് ഒരു ബോയ് ഉണ്ടായിരുന്നു, ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഹി വാച്ച്ഡ് ഓവർ ദ വില്ലേജ് ഷീപ്പ് ഗ്രേസിങ് ഓൺ ദ ഹിൽ സൈഡ്. അപ്പം നമ്മുടെ ഈ മലയുടെ ഒക്കെ സൈഡിൽ പുല്ല് തിന്നുകൊണ്ടിരുന്ന ഷീപ്പിനെയൊക്കെ നോക്കുന്ന, ആടിനെയും ചെമ്മരി ആടിനെയും ഒക്കെ നോക്കുന്ന ഒരു പയ്യനായിരുന്നു നമ്മൾ ഈ പറയുന്ന പയ്യൻ. അപ്പം അവൻ എന്ത് ചെയ്തു? ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് ബോറടിക്കുമായിരുന്നു എന്നാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ പറയുന്നത്. അതായത് once there was a boy who became bored when he watched over the village sheep grazing on the hillside. Okay, to entertain himself he sang out, wolf wolf, the wolf is chasing the sheep. അപ്പോൾ ഇങ്ങനെ ഈ മലയുടെ അടിവാരത്തിൽ പോയിട്ട് ഈ പയ്യൻ ഇങ്ങനെ ഇവരെ ഈ ഷീപ്പൊക്കെ ഗ്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വോൾഫിന് ഭയങ്കര ബോറടിക്കും എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പം അങ്ങനെ ബോറടിക്കുന്ന സമയത്ത് ഈ പയ്യനെ തന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്യും? ടു എൻ്റർടൈൻ ഹിംസെൽഫ് ഹി സാങ് ഔട്ട്. അവൻ ഉറക്കെ കരയും. എന്ത് പറയും? വുൾഫ് വുൾഫ്, ദ വുൾഫ് ഇസ് ചേസിങ് ദ ഷീപ്പ് എന്ന് പറയും. എന്ത് പറയും? ചെന്നായ ഉണ്ട്, ചെന്നായ എന്നിങ്ങനെ കാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും ഈ ചെന്നായ വന്നിട്ട് നമ്മുടെ ഷീപ്പിനെ എല്ലാം പിടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞിങ്ങനെ ഉറക്കെ കാറും. When the villagers heard the cry, they came running up the hill to drive the wolf away. അപ്പോൾ എന്ത് ചെയ്തു? ഈ കരച്ചിൽ കേട്ടിട്ട് നമ്മുടെ ഈ നാട്ടുകാരെന്ത് ചെയ്യും? നാട്ടുകാർ ഓടി വരും. ഈ വുൾഫിനെ ഓടിച്ചു വിടാൻ വേണ്ടി ആദ്യം ഇവൻ കരഞ്ഞപ്പോൾ നാട്ടുകാർ ഓടി വന്നു. ബട്ട് വെൻ ദേ അറൈവ്ഡ്, പക്ഷെ അവർ വന്നപ്പോൾ they saw no wolf. അവർ വന്നപ്പോൾ അവർ വുൾഫിനെ കണ്ടതേയില്ല. they saw no wolf. The boy was amused when seeing their angry faces. അപ്പം നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. അവരുടെ വർക്കെല്ലാം ഇട്ടിട്ട് ഓടി വന്നു വുൾഫ് എന്ന് കേട്ടിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചെന്നായി ഇല്ല, ഒന്നുമില്ല. പക്ഷെ അത് കാണുന്നത് നമ്മുടെ പയ്യനൊരു ഹരമായിരുന്നു, നമ്മുടെ ഈ ബോയ്ക്കൊരു ഹരമായിരുന്നു. അങ്ങനെ അവരുടെ ആംഗ്രി ഫേസസ് കാണുന്നത്, അവരുടെ ദേഷ്യമുള്ള മുഖങ്ങൾ കാണുന്നത്. ഓക്കെ, സോ ദ ബോയ് വാസ് അമ്യൂസ്ഡ് വെൻ സീയിങ് ദെയർ ആംഗ്രി ഫേസസ്. Don't scream wolf, boy, warned the villagers when there's no wolf. They angrily went back down the hill. അപ്പം എന്ത് പറ്റി? ഇവനോട് ആ നാട്ടുകാർ പറഞ്ഞു, വുൾഫ് ഇല്ലാത്തപ്പോൾ ചെന്നായി ഉണ്ടെന്ന് പറഞ്ഞ് കാറരുത് എന്ന് പറഞ്ഞ് ഒച്ച വെക്കരുതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവർ തിരിച്ചുപോയി. ലേറ്റർ ദ ഷെപ്പർഡ് ബോയ് ക്രൈഡ് ഔട്ട് വൺസ് അഗൈൻ. പിന്നെ വേറൊരു ദിവസവും പിന്നെയും എന്ത് ചെയ്തു? ഈ ഷെപ്പർഡ് ബോയ്, ഈ പയ്യൻ എന്ത് ചെയ്തു? ഈ ആടിനെ മേയ്ക്കുന്ന പയ്യൻ എന്ത് ചെയ്തു? പിന്നെയും ഇങ്ങനെ കരയാൻ തുടങ്ങി. വുൾഫ് വുൾഫ്, ദ വുൾഫ് ഇസ് ചേസിങ് ദ ഷീപ്പ്. അപ്പോൾ പിന്നെ അവൻ അത് തന്നെ പറയുന്നു, ചെന്നായ വരുന്നുണ്ടെന്ന്. To his amusement, he looked on as the villagers came running up the hill to scare the wolf away. ഇപ്രാവശ്യവും എന്ത് സംഭവിച്ചു? അവനിങ്ങനെ കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വില്ലേജസ് എല്ലാം കൂടെ ഓടി വരുന്നത് വുൾഫിനെ എവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി. ഓക്കെ, as they saw there was no wolf, they said strictly. ഇപ്രാവശ്യം അവർ എന്ത് കണ്ടില്ല? വുൾഫിനെ കണ്ടില്ല. അപ്പം എന്ത് ചെയ്തു? അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, save your frightened cry for when there is really a wolf. Don't cry wolf when there is no wolf. അപ്പോൾ ഇവനോട് എന്ത് പറഞ്ഞു? save your frightened cry for when there really is a wolf. ശരിക്കും ഒരു വുൾഫ് ഉണ്ടാവുമ്പോൾ കരയാൻ വേണ്ടി നീ ഒച്ച ഉണ്ടാക്കുന്നത് ഇപ്പം നീ മാറ്റി വെച്ചോ, സേവ് ചെയ്ത് വെച്ചോ. ശരിക്കും വുൾഫ് ഇല്ലാത്തപ്പോൾ നീ കരയരുതെന്ന് പറഞ്ഞു. ഡോണ്ട് ക്രൈ വുൾഫ് വെൻ ദർ ഇസ് നോ വുൾഫ്. But the boy grinned at their words while they walked grumbling down the hill once more. അപ്പം എന്ത് ചെയ്തു? പക്ഷേ ഇത് കേട്ടിട്ട് ഈ ബോയ് എന്താ ചെയ്തത്? ഇവരെ നോക്കി കളിയാക്കി ചിരിച്ചു, കോപ്രായം കാണിക്കുക ചെയ്ത്. അവരെ നോക്കി ഗ്രിൻ ചെയ്തിട്ട് ബോയ് അങ്ങനെ നടന്നങ്ങ് പോയി. ഓക്കെ, വില്ലേജേഴ്സും പോയി. Later the boy saw a real wolf sneaking around his flock. പിന്നെ ഒരു ദിവസം എന്താ സംഭവിച്ചത്? ശരിക്കും ഒരു ചെന്നായ വന്നിട്ട് ഈ നമ്മുടെ ഈ ബോയ് നോക്കി വളർത്തുന്ന ചെന്നായിക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് ഒരു വുൾഫ് വന്നു. ഓക്കെ, ദ ബോയ് സോ എ റിയൽ വുൾഫ് സ്നീക്കിംഗ് അറൗണ്ട് ഹിസ് ഫ്ലോക്ക്.
Alarmed, he jumped on his feet and cried out as loud as he could. Alarmed എന്ന് വെച്ചാൽ എന്താ, ഷോക്കായിട്ട്, പേടിച്ചിട്ട് ഇവൻ എന്ത് ചെയ്തു, ഇവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഭയങ്കര ഉറക്കെ കരയാൻ തുടങ്ങി. വുൾഫ് വുൾഫ്. But the villagers thought he was fooling them again, so they didn't come to help. ഇപ്രാവശ്യം അവനിങ്ങനെ ചെന്നായ വന്നേ എന്ന് പറഞ്ഞ് ഒത്തിരി ഉറക്കെ കരഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു, വില്ലേജേഴ്സ് വിചാരിച്ച് ഇവൻ വെറുതെ ചെയ്യാണെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു, വില്ലേജേഴ്സ് ആരും ഹെൽപ്പിന് വന്നില്ല. At sunset, the villagers went looking for the boy who hadn't returned with their sheep. അപ്പോൾ ഒരു സൂര്യാസ്തമയമൊക്കെ ആയപ്പോഴത്തേക്കും ഈ പയ്യൻ തിരിച്ച് ചെമ്മരിയാടുകളെയും കൊണ്ട് വന്നില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, വില്ലേജേഴ്സ് എല്ലാം കൂടെ ഇവനെ നോക്കാൻ പോയി. When they went up the hill, they found him weeping. അങ്ങനെ മലയുടെ മുകളിൽ ചെന്നപ്പോഴാണ് അവർ കാണുന്നത് ഇവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. They found him weeping. weeping എന്ന് വെച്ചാൽ കരയുക. There really was a wolf here. ഇവിടെ ശരിക്കും ഒരു വുൾഫ് വന്നിട്ടുണ്ടായിരുന്നു. The flock is gone. നമ്മുടെ ചെമ്മരിയാടിനെ എല്ലാം അത് കൊണ്ടുപോയി. I cried out wolf but you didn't come, he wailed. ഞാനിവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചില്ലേ വുൾഫ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും വന്നോ എന്നൊക്കെ ചോദിച്ച് അവൻ പരാതിപ്പെട്ട് കരയാൻ തുടങ്ങി. An old man went to comfort the boy. അപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു ഓൾഡ് മാൻ ചെന്നിട്ട്, നമ്മുടെ ഒരു പ്രായമായ മനുഷ്യൻ ചെന്നിട്ട് ഈ ബോയുടെ അടുത്ത് ചെന്നിട്ട് ഈ ബോയിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ആസ് ഹി പുട്ട് ഹിസ് ആം അറൗണ്ട് ഹിം ഹി സെഡ്, ആ ബോയുടെ തോളത്ത് കൈ ഇട്ടിട്ട് പറഞ്ഞു, നോബഡി ബിലീവ്സ് എ ലയർ ഈവൻ വെൻ ഹി ഈസ് ടെല്ലിങ് ദ ട്രൂത്ത്. ഒരു നുണ പറയുന്ന ആൾ ഇനി എന്തെങ്കിലും സത്യം പറഞ്ഞാലും ആരും അയാളെ വിശ്വസിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറിയുടെ മോറൽ എന്താണ്, നമ്മൾ അങ്ങനെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്പോൾ എന്തെങ്കിലും സത്യം പറഞ്ഞാലും അതൊരിക്കലും ആരും സത്യമായിട്ട് എടുക്കില്ല, കള്ളായിട്ട് എടുക്കും എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, സോ ഇത് നമ്മൾ ഇന്ന് പഠിച്ചൊരു ചെറിയ സ്റ്റോറി ആയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി വാക്കുകൾ, മോസ്റ്റ്ലി കുറേ പേർക്കൊക്കെ ഒത്തിരി വാക്കുകൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പുതിയ വാക്കുകൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഗ്രേസിങ് എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഗ്രേസിങ് എന്താ, പശു ആടും ഒക്കെ ഇങ്ങനെ പുല്ല് മേയുന്നതിനെയാണെന്ന് വെച്ചാൽ പുല്ല് തിന്നിങ്ങനെ നടക്കുന്നതിനെയാണ് നമ്മൾ ഗ്രേസിങ് എന്ന് പറയുന്നത്. ഹിൽ സൈഡ് എന്താണ്, ഒരു മലയുടെ അടിവാരത്തിനെയാണ് നമ്മൾ ഹിൽ സൈഡ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ചേസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഒന്നിൻ്റെ പുറകെ ഓടുക, എന്തിനേലും പിടിക്കാൻ വേണ്ടി പുറകെ ഓടുക എന്നൊക്കെയാണ് ചേസ് എന്നുള്ള വാക്ക് പറയുന്നത് അല്ലേ. പിന്നെന്താ നമ്മൾ പഠിച്ച വാക്ക്, വുൾഫ് എന്താന്ന് നമ്മൾ പഠിച്ചു അല്ലേ. വുൾഫ് എന്ന് വെച്ചാൽ ചെന്നായി ആണെന്ന് നമ്മൾ പഠിച്ചു. ഷീപ്പ് എന്ന് വെച്ചാൽ ചെമ്മരിയാടാണെന്ന് നമ്മൾ പഠിച്ചു. അമ്യൂസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, നല്ലൊരു കാഴ്ച കണ്ടിങ്ങനെ രസിക്കുക എന്നുള്ളതാണ് നമ്മൾ അമ്യൂസ്ഡ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ക്രീം എന്ന് വെച്ചാൽ എന്താ, കരയുക, ഒച്ചയിടുക, നിലവിളിക്കുക എന്നൊക്കെയാണ് സ്ക്രീം എന്ന വേർഡിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ വേറെ എന്ത് വേർഡാണ് പഠിച്ചത്, സ്കെയർ എന്ന വേർഡ് പഠിച്ചു അല്ലേ. സ്കെയർ ദ വോൾഫ് അവേ, വുൾഫിനെ പേടിപ്പിച്ച് വിടാൻ വേണ്ടി. അപ്പോൾ സ്കെയർ എന്ന വാക്കിൻ്റെ അർത്ഥം പേടിപ്പിക്കുക എന്നുള്ളതാണ്. സ്കെയറി എന്ന് പറയുകയാണെങ്കിൽ പേടി ഉളവാക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ശരി. അപ്പം നമ്മളിങ്ങനെ കുറച്ച് വേർഡ്സ് ഒക്കെ പഠിച്ചു. അലാംഡ് എന്നുള്ള വേർഡ് പഠിച്ചു അല്ലേ. ഷോക്ക്ഡ് എന്ന് ഉള്ള വേർഡിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് അലാംഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സ്നീക്കിംഗ് എന്നൊരു വേർഡ് ഉണ്ടായിരുന്നു. സ്നീക്കിംഗ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ പമ്മി ചെല്ലുക എന്നുള്ളതാണ് സ്നീക്കിങ്ങിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മുടെ വുൾഫ് നമ്മുടെ ഈ ഒരു ഷെപ്പേർഡിൻ്റെ കൂട്ടത്തിനിടയ്ക്കോട്ട് എന്ത് ചെയ്തായിരുന്നു, സ്നീക്ക് ചെയ്ത് കയറി ചെന്നായിരുന്നു അല്ലേ. ശരി, അപ്പോൾ ഇത്രയും വാക്കുകളൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത്. നമ്മൾ കുറച്ച് സെൻറ്റൻസസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ പഠിച്ച് നമ്മളൊരു സ്റ്റോറിയും വായിച്ചു. സോ നമുക്ക് വേറൊരു സ്റ്റോറി ആയിട്ട് പിന്നെ ഒരു ദിവസം മറ്റൊരു സെഷനിൽ കാണാം. Until then, this is Saksa Abraham signing off from English Mithra. Thank you. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.